ഇല്ലാതിരുന്ന എനിക്ക് മുടി അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മുടിയുടെ അടിഭാഗം ഉണ്ടല്ലോ അങ്ങനെ കോഴി പാല് പോലെ ഇങ്ങനെ വണ്ണമില്ലാതെ കട്ടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. അത് ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനും കഴിയും. അത് ഞാൻ ഈ ഒരു രീതിയിലേക്ക് മുടിയുടെ വേര് മുതൽ തന്നെ മുടിയുടെ അറ്റം വരയ്ക്കും ഒരേ ലെവലിൽ ആ ഒരു കട്ടി, ആ ഒരു തിക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് 100% റിസൾട്ട് തന്നിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ കാണാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചെമ്പരത്തിയുടെ പൂക്കളും ഇലകളും ആണ് കേട്ടോ. ചെമ്പരത്തിയുടെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയില മുടിയുടെ തിക്നെസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ലാത്ത ഇൻഗ്രീഡിയൻ്റ് ആണ്. മുരിങ്ങയില ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുരിങ്ങയില വെച്ചിട്ടുള്ള ഹെയർ കെയർ നിങ്ങൾ ചെയ്യണം കേട്ടോ. മുടിക്ക് ഉള്ളു കൂട്ടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് മൂത്ത ഇല എടുക്കാതെ തളിരില, ഇപ്പം കിളിർത്ത് വരുന്ന പിഞ്ചലി ഉണ്ടല്ലോ, അത് ഒരു 7-8 തണ്ടോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഊരിയെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്തതാണ്. ഉലുവ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഹെയർ ഗ്രോത്തിനും മുടിക്ക് ഉള്ളു കൂടാനും നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഉലുവ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യോന്നിയാണ്, നമ്മുടെ ഭൃംഗരാജാണ്. എനിക്കിപ്പോൾ ഇലയായിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ പൗഡർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇലയായിട്ട് കയ്യോന്നി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി നിറച്ചും ഇലയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഞാൻ പകരം പൊടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി മാതിരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതെ നമ്മുടെ പോളിസ്റ്ററിൻ്റെ പഴയ ഷോൾ ഉണ്ടാവുമല്ലോ, അത് വെച്ച് ഇത് നല്ലപോലെ അരിച്ചെടുക്കുമ്പോൾ നല്ലൊരു കുഴഞ്ഞൊരു ക്രീം പോലെ ആയിട്ടുണ്ടാവും നമ്മുടെ ഹെയർ പാക്ക്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനും എളുപ്പമാണ്, അതേപോലെ തന്നെ കഴുകി കളയാനും അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്ത ഈ ഒരു പാക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത് കേട്ടോ. ആഴ്ചയിൽ 2 വട്ടം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 1 മന്ത് യൂസ് ചെയ്യണം. നമ്മുടെ തലയുടെ ഓട് മുതൽ മുടിയുടെ അറ്റം വരയ്ക്കും ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ ഒരു പാക്ക് ഇടുന്നതിനേക്കാളും മുൻപായിട്ട് ചെറുതായിട്ടൊന്ന് നിങ്ങളൊരു 2-3 ഡ്രോപ്സ് എണ്ണ എടുത്ത് മുടിയിൽ തേച്ചിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, അതിൽ കൂടുതൽ വെക്കണ്ട, അരമണിക്കൂർ വെച്ചതിന് ശേഷം വെറുതെ പോയിട്ട് പച്ചവെള്ളത്തിൽ തന്നെ മുടി കഴുകിയെടുക്കണം. അതല്ലാതെ ഷാമ്പു ഇട്ട് നമുക്ക് മുടി കഴുകേണ്ട യാതൊരു ആവശ്യം ഈ ഒരു ഹെയർ പാക്കിനില്ല. കാരണം ഇതിലെല്ലാം തന്നെ നാച്ചുറൽ ഷാമ്പുവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ഒരു ഷാമ്പുവിൻ്റെ ആവശ്യം ഇവിടെയില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ വെറുതെ പച്ചവെള്ളം ഒഴിച്ച് നല്ല വൃത്തിക്ക് മുടിയൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 വട്ടം എന്തായാലും നമ്മൾ ഫ്രീ ആയിരിക്കുമല്ലോ, ആ ദിവസം നിങ്ങളിത് ഉപയോഗിച്ച് നോക്കൂ. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കറക്റ്റ് ഒരു മാസം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ല രീതിക്ക് തന്നെ ഉള്ളു കൂട്ടിയെടുക്കാനും ഒപ്പം തന്നെ മുടി വളരാനും സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരണം കേട്ടോ, കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.